ഹലോ ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മുരിങ്ങാക്കോലാണ്. അപ്പം ഇതുകൊണ്ടൊരു തോരൻ നോക്കട്ടെ എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ആ നേരത്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ചീവി കളഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബായ്. നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് 2 പീസാക്കി വെച്ചു, ഒരെണ്ണം. അപ്പോൾ പിന്നെ അതിനി കുക്കറിലിട്ട് ഒരു വിസിൽ വരെ അടിച്ചാൽ മതി. ഇതിലിപ്പോൾ നമ്മുടെ ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുള്ളൂ. അപ്പോൾ നമ്മളിത് കുക്കറിലിട്ട് കുറച്ച് കല്ലുപ്പിട്ട് ഒരു വിസിൽ കയറ്റിയിട്ട് വരാം. ഓക്കെ, നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം പച്ചമുളക് ഇട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചാൽ അതിൻ്റെ കളറ് ഫെയ്ഡാവണം എനിക്കിഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞാനത് വഴറ്റുമ്പോൾ പച്ചമുളക് ഇടാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം മതി കേട്ടോ, ഒറ്റ വിസിലേ ഉള്ളൂ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇത്രയും വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് വരാം. ഓക്കെ, നമ്മുടെ കടായി നന്നായിട്ട് ചൂടായി. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, ഞാൻ അതിലേക്ക് കടുക് ഇടുവാണ്. അതൊന്ന് പൊട്ടട്ടെ കേട്ടോ. നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഞാൻ അതിലേക്ക് സവാളയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടാണ് നമ്മുടെ മുരിങ്ങാക്കോല് വേവിച്ചേക്കണം. അപ്പം ഇപ്പം ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഓക്കെ, ഇതൊന്ന് വഴണ്ടിട്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കണം. നമ്മുടെ സവാള വേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും 3 പച്ചമുളകും ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാൻ. ഇതൊന്ന് വഴണ്ടോട്ടെ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 പച്ചമുളക് ഇട്ട് വേവിച്ചതാണ് ഇതിൽ ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണ് ചേർക്കുന്നുള്ളൂ, 1.25 സ്പൂൺ ചേർക്കും മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റാം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ചൂടാറുണ്ട്. അപ്പോൾ അതിലേക്ക് അടുത്ത പൊടിയായ ഞാൻ ഇന്നിപ്പോൾ ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇതുണ്ടാവും ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ്. അത് കുറച്ച് ഒരു വെറൈറ്റി, എന്നും ഒരേ ടേസ്റ്റായി എന്തിനുള്ള. അപ്പോൾ കുറച്ച് തീരാറായി. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റണം. സെറ്റായിട്ടുണ്ട്, വഴന്നു. അപ്പോൾ അതിലേക്ക് ചിരണ്ടി വെച്ചേക്കണം നമ്മുടെ തേങ്ങാപ്പീര അതെടുത്ത് ചേർക്കുകയാണ്. അപ്പോൾ അതൊന്ന് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങാക്കായ എടുത്തിടും. ഓക്കെ, പൊടികളൊക്കെ ഇവിടെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ചേക്കണ മുരിങ്ങാക്കോല് ഞാൻ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ മുരിങ്ങാക്കോലിൽ ഓൾറെഡി നമ്മൾ കല്ലുപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കണം. നമ്മുടെ മുരിങ്ങാക്കോൽ ഇവിടെ സെറ്റായി. അപ്പോൾ അതിന്റെ മേലേക്ക് ഞാൻ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട്. ഇനി വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല, സംഭവം സെറ്റായിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്, എരിവ് ആവശ്യത്തിന് ഉള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഇന്നൊരു ചിക്കൻ മസാല ചേർത്തപ്പോൾ ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പം ശരി ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചീനച്ചട്ടി ഓഫ് ചെയ്യാം. വെള്ളമൊന്നുമില്ല, എല്ലാം പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുണ്ടോ, വെള്ളം ഓൾമോസ്റ്റ് ഇല്ല. അപ്പം പിന്നെ ഈ കടായിക്ക് ഒരു ചൂടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിരുന്ന് തന്നെ ബാക്കിയുള്ള, സപ്പോസ് ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതിലിരുന്ന് തന്നെ പറ്റിക്കോളും. ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.